തെന്നിന്ത്യൻ സിനിമയിലെ ഒരു യുവതാരമാണ് വിജയ് ദേവരക്കൊണ്ട. അദ്ദേഹത്തിന് ഏറെ ആരാധകരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം കൂടുതലും പ്രണയ ചിത്രങ്ങളായിരുന്നു. എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തെന്നിന്ത്യൻ യുവതാരം വിജയ് ദേവരക്കൊണ്ടയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായ പുതിയ ചിത്രം വരികയാണ്. ഇത്രയും നാൾ കണ്ട ആ ചോക്ലേറ്റ് നായകനല്ല ഇനി വിജയ് ദേവരക്കൊണ്ട, മറിച്ച് കയ്യിൽ മഴുവുമേന്തി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പോരാളിയായിട്ടാണ് രണബലി എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത്. ഗൗതം തിന്നനൂരി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമയായാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ ചിത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം. VD12 എന്ന് താൽക്കാലികമായി പേരിട്ടിരുന്ന ചിത്രത്തിനാണ് ഇപ്പോൾ രണബലി എന്ന കരുത്തുറ്റ പേര് നൽകിയിരിക്കുന്നത്. നാനി നായകനായ ജേഴ്സി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഗൗതം തിന്നനൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് എന്നത് പ്രതീക്ഷകൾ വാനോളം ഉയർത്തുകയാണ്. വിജയ് ദേവരക്കൊണ്ടയുടെ ഇതുവരെ കാണാത്ത രൂപഭാവങ്ങളാണ് ചിത്രത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റും. നീളൻ മുടിയും മുറിവേറ്റ ശരീരവും തീക്ഷ്ണമായ കണ്ണുകളുമായി നിൽക്കുന്ന താരത്തിൻ്റെ ചിത്രം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിക്കഴിയുകയും ചെയ്തു. ഭാഗ്യശ്രീ ബോൾസയാണ് ചിത്രത്തിലെ നായിക. തമിഴിലും തെലുങ്കിലും ഹിറ്റുകൾ സമ്മാനിച്ച യുവ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദറാണ് ചിത്രത്തിന് വേണ്ടി സംഗീതവും ഒരുക്കുന്നത്. സിതാര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ നാഗവംശിയും സായി സൗജന്യയും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. തുടർച്ചയായ പരാജയങ്ങൾക്കു ശേഷം വിജയ് ദേവരക്കൊണ്ടയുടെ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും രണബലി എന്നാണ് നിരൂപകരും വിലയിരുത്തുന്നത്. 2026 സെപ്റ്റംബർ 11 ലോകം എമ്പാടുമുള്ള തിയേറ്ററുകളിൽ രണബലി റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. ദക്ഷിണേന്ത്യൻ സിനിമയിൽ വീണ്ടും ഒരു വിസ്മയം തീർക്കുവാൻ രണബലിക്ക് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണുകയും ചെയ്യാം.